നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യൻ സ്പീസിയുടെ ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പലതരം രോഗങ്ങളും അവ എങ്ങനെയൊക്കെയാണ് പകരുന്നതും എന്ന് പറഞ്ഞിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ രോഗങ്ങൾ വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ രോഗങ്ങൾ പല വിധത്തിൽ പകരുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക. ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക. നല്ലപോലെ തിളപ്പിച്ച് ആറിയ വെള്ളം മാത്രം കുടിക്കുക. 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ വെള്ളം തിളപ്പിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, ഈ അണുക്കളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെന്താണ്? വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ, അവയെ എങ്ങനെ നമുക്ക് വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കാം? രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. രോഗിയുടെ വസ്ത്രങ്ങൾ, തൂവാല മുതലായവ ഉപയോഗിക്കാതിരിക്കുക. മാസ്ക് ഉപയോഗിക്കുക. പിന്നെന്താണ്? വ്യക്തി ശുചിത്വം പാലിക്കുക. ഇനി നോക്കാനുള്ളത് മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളെ കുറിച്ചാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ തടയാം? ചെരുപ്പ് ഉപയോഗിക്കുക. ശരീരത്തിലെ മുറിവ് മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. മണ്ണും ചെളിയും പുരണ്ടാല് കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പകർച്ചവ്യാധികളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലേ? പകർച്ചവ്യാധികൾ മനുഷ്യനെ മാത്രമാണോ ബാധിക്കാറുള്ളത്? അല്ല, മൃഗങ്ങളെയും അതേപോലെ തന്നെ സസ്യങ്ങളെയും ഈ പകർച്ചവ്യാധികൾ ബാധിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ വരുന്ന പകർച്ചവ്യാധികൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? പക്ഷിപ്പനി ഉണ്ടല്ലേ, H1N1 പക്ഷിപ്പനി ഉണ്ട്. പിന്നെന്താണ്? H5N1 ഉണ്ട്, പന്നിപ്പനി ഉണ്ട് അല്ലേ? അപ്പോൾ ഈ പക്ഷിപ്പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിൽ നമുക്ക് എന്താണ് ഒന്നിനെയും വളർത്താൻ പറ്റത്തില്ല. കോഴികളെയും താറാവിനെയോ ഒന്നിനെയും വളർത്താൻ പറ്റത്തില്ല. അത് ഈ ആരോഗ്യവകുപ്പിൽ നിന്ന് തന്നെ ആൾക്കാർ വന്ന് അതിനെയൊക്കെ കൊന്നു കളയും. കാരണം മനുഷ്യരിലേക്കും ഒക്കെ പകരാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തു വരുന്നത്. പിന്നെ സസ്യങ്ങൾക്കും പകർച്ചവ്യാധികൾ പകരാറുണ്ട്. അതിനെന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ? നെല്ലിലെ തവിട്ടിലെ പുള്ളി, പിന്നെന്താണ്? പയറിലെ മൊസൈക്ക് രോഗം, അതിലെ നിറം മാറുന്നത്, ഇലയിലെ നിറം മാറുന്നത്. പിന്നെന്താണ്? തെങ്ങിലെ കൂമ്പ് ചീയൽ. അപ്പൊ ഇതൊക്കെ തന്നെ സസ്യങ്ങളെ ബാധിക്കുന്ന ചില പകർച്ചവ്യാധികളാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് രോഗകാരികളെയും അവ പകർത്തുന്ന രോഗങ്ങളെയും പരിചയപ്പെടാം. ആദ്യമായി ബാക്ടീരിയയെ കുറിച്ച് പറയാം. ബാക്ടീരിയ കാരണം എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നത്? കോളറ, കുഷ്ഠം, ക്ഷയം, ടെറ്റനസ്, വില്ലൻ ചുമ, ടോൺസിലിറ്റിസ്, ആന്ത്രാക്സ്, പ്ലേഗ്, ന്യൂമോണിയ എന്നിവയൊക്കെ ബാക്ടീരിയ കാരണം പകരുന്ന രോഗങ്ങളാണ്. അതേസമയം വൈറസ് കാരണം എന്തൊക്കെ വരും? ആദ്യമേ തന്നെ കൊറോണ, COVID-19 അല്ലേ? പിന്നെന്താണ്? പോളിയോ മൈലറ്റിസ്, പിന്നെ മുണ്ടിനീര്, മംസ്, അത് പിന്നെ ചിക്കൻ പോക്സ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഹെപ്പറ്റൈറ്റിസ്, പക്ഷിപ്പനി, അഞ്ചാം പനി, മീസിൽസ്, പേവിഷബാധ, എയ്ഡ്സ്, ഇവയെല്ലാം തന്നെ വൈറസ് കാരണം വരുന്ന രോഗങ്ങളാണ്. ഇനി നമുക്ക് ഫംഗസ് കാരണം വരുന്ന രോഗങ്ങളെ കുറിച്ച് നോക്കാം. ഫംഗസ് കാരണം എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നത്? വട്ടച്ചൊറി, കാൻഡിഡിയാസിസ്, ഹിസ്റ്റോപ്ലാസ്മോസിസ്, അസ്പർജില്ലോസിസ്, അത് ഒരു ശ്വാസകോശ രോഗമാണ്. അപ്പൊ ഈ രോഗങ്ങളെല്ലാം തന്നെ ഫംഗസ് കാരണം ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും ആ രോഗങ്ങളും ഏതൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ മണ്ണിലൂടെ എന്തൊക്കെ രോഗങ്ങളാണ് പകരുന്നത്? വിരശല്യവും ടെറ്റനസും അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ വായുവിലൂടെ എന്തൊക്കെയായിരുന്നു? ക്ഷയം, മീസിൽസ്, ചിക്കൻ പോക്സ്, ഇൻഫ്ലുവൻസ, COVID-19. പിന്നെ ജലവും ഭക്ഷണവും വഴി എന്തൊക്കെയായിരുന്നു? കോളറ, ടൈഫോയിഡ്, വയറിളക്കം, പിന്നെ പോളിയോ. ഇനി നമുക്ക് രോഗാണുവാഹകർ കാരണം വരുന്ന രോഗങ്ങൾ നോക്കാം. ആദ്യമായി കൊതുകാണ് കേട്ടോ. കൊതുക് എന്തൊക്കെയാണ് പകർത്തുന്നത്? ഡെങ്കിപ്പനി, മന്ത്, ചിക്കൻ ഗുനിയ, മലേറിയ,
മഞ്ഞപ്പനി, സിക്ക ഫീവർ. അടുത്തതായി ഈച്ചയാണ്. ഈച്ച എന്തൊക്കെയാണ് പകർത്തുന്നത്? ടൈഫോയിഡ്, ഡിസെൻട്രി, കോളറ. മനുഷ്യൻ രോഗവാഹകരായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെയാണ് പകർത്തുന്നത്? കുഷ്ഠം, ചെങ്കണ്ണ്, എയ്ഡ്സ്. അടുത്തതായി പക്ഷികൾ രോഗാണുവാഹകരായിട്ട് എന്തൊക്കെ രോഗങ്ങളാണ് വരുത്തുന്നത്? പക്ഷിപ്പനി, ഹിസ്റ്റോപ്ലാസ്മോസിസ്, ഓർണിത്തോസിസ്. അടുത്തതായി എലിയും എലിച്ചെള്ളും. അപ്പോൾ അവ എന്തൊക്കെയാണ് പകർത്തുന്നത്? ലെപ്റ്റോസ്പൈറോസിസ്, പ്ലേഗ്, പിന്നെ ടൈഫസ്. ഇനി നമുക്ക് ജന്തുക്കളിൽ ഉള്ള പകർച്ചവ്യാധികളെ കുറിച്ച് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ പക്ഷികളിൽ എന്ത് രോഗമായിരുന്നു വരുന്നത്? പക്ഷിപ്പനി. പശുക്കളിലും ആടുകളിലും ഒക്കെ എന്ത് രോഗമാണ് വരുന്നത്? ആന്ത്രാക്സ് കേട്ടോ, ആന്ത്രാക്സ്. പെട്ടെന്ന് ഉള്ള മരണത്തിന് കാരണമാകും ആന്ത്രാക്സ്. പിന്നെ നായകളും പൂച്ചകളും അവയ്ക്കൊക്കെ പേവിഷബാധ വരും അല്ലേ? പേവിഷബാധ. പിന്നെ കന്നുകാലികളിൽ കാണാറുള്ള ഒരു അസുഖം എന്താണ്? കുളമ്പ് രോഗമാണ് കേട്ടോ, കുളമ്പ് രോഗം. ഇനി നമുക്ക് സസ്യങ്ങളിൽ ഉണ്ടാവുന്ന പകർച്ചവ്യാധികൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. തെങ്ങിൽ എന്തായിരുന്നു? തെങ്ങില് കൂമ്പുചീയൽ കേട്ടോ, തെങ്ങില് കൂമ്പുചീയൽ എന്ന അസുഖം. പിന്നെ നെല്ലില് തവിട്ട് ഇലപ്പുള്ളി, പയറുചെടിയില് മൊസൈക്ക് രോഗം, വാഴകളില് കുറുനാമ്പ് രോഗം അഥവാ കൂമ്പടപ്പ്, പിന്നെ തക്കാളിയില് വാട്ടരോഗം. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ടോപ്പിക്കാണ് രോഗപ്രതിരോധ ശേഷി. അപ്പോൾ എന്താണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാല്? രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിനെന്താണ് പറയുന്നത്? സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി, അതായത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അപ്പോൾ ഈ കഴിവ് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ആകണമെന്നില്ല. ഇപ്പോൾ പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ ഈ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യും? വാക്സിനേഷൻ ചെയ്യണം അല്ലേ? പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി എന്ത് സംഭവിക്കും? രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ എന്താണ് പറയുന്നത്? ആർജിത രോഗപ്രതിരോധ ശേഷി അഥവാ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ, രോഗപ്രതിരോധ ശേഷി പലരിലും പല രീതിക്കാണ് അല്ലേ? ചിലർക്കാണെങ്കിൽ എന്താണ്, പനിയുള്ള ആൾക്കാർ അടുത്തൂടെ ഒന്ന് പോയാൽ മതി, അവർക്കും പനി പിടിക്കും, നല്ല പോലെ അങ്ങ് പനി പിടിക്കും. ചിലർക്കാണെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല. ഒരു ചെറിയ പനി വന്നിട്ട് അവർ പിന്നെയും മഴ നനഞ്ഞാലോ വെള്ളത്തിലോട്ട് എടുത്ത് ചാടി കുളിച്ചാലോ പുഴയിലൊക്കെ കുളിച്ചാലോ ഒന്നും അവർക്കൊരു വിഷയമല്ല. അവർക്ക് ആ പനി അപ്പം തന്നെ 1-2 ദിവസത്തിനുള്ളിൽ അവർക്കത് മാറിപ്പോകും. അപ്പൊ കാരണം എന്താണ്? ഈ രോഗപ്രതിരോധ ശേഷി പലരിലും പല വിധത്തിലാണ്. അവരുടെ ആ റെസ്പോൺസ്, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ റെസ്പോൺസ് പലരിലും പല രീതിയിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ. മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല വലിയ വലിയ അസുഖങ്ങളെയും മനുഷ്യരാശി അതിജീവിച്ചത് എങ്ങനെയാണ്? പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് വാക്സിനേഷൻ ചാർട്ടാണ്. അപ്പോൾ എന്താണ്? 16 വയസ്സ് ആവുമ്പോഴേക്കും കുറച്ച് വാക്സിനുകൾ ഓൾറെഡി എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ സമയമൊക്കെ ആകുമ്പോഴത്തേനും എന്താണ്, ആശാ വർക്കേഴ്സൊക്കെ നമ്മുടെ വീടുകളിൽ വന്നിട്ട് ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കും അല്ലേ? പോയി വാക്സിൻ എടുക്കാൻ, കുഞ്ഞുങ്ങൾക്കൊക്കെ വാക്സിൻ എടുക്കാൻ. അപ്പോൾ എന്തൊക്കെ വാക്സിനുകളാണ് എടുക്കുന്നത്? BCG വാക്സിൻ അഥവാ ബാസിലസ് കാൽമെറ്റ് ഗ്വെറിൻ വാക്സിൻ. പിന്നെന്താണ്? OPV, അതാണ് പോളിയോ വാക്സിൻ ആണ്, ഓറൽ പോളിയോ വാക്സിൻ. പിന്നെന്താണ്? ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെയുള്ള വാക്സിൻ. പിന്നെ FIPV, അതും പോളിയോ വാക്സിൻ ആണ്. പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. പിന്നെന്താണ്? RVV, അതായത് റോട്ടോ വൈറസ് വാക്സിൻ. അപ്പോൾ ഈ വാക്സിനുകൾ ഓരോ പ്രായത്തിലുമാണ് കൊടുക്കുന്നത് അല്ലേ? ജനന സമയത്ത് ഏതൊക്കെ വാക്സിനുകളാണ് കൊടുക്കുന്നത്? OPV, പിന്നെന്താണ്? അതായത് ഓറൽ പോളിയോ വാക്സിൻ, പിന്നെ BCG, അതെന്തായിരുന്നു? ബാസിലസ് കാൽമെറ്റ് ഗ്വെറിൻ, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെയുള്ള വാക്സിൻ. അപ്പൊ ഇതൊക്കെയാണ് ജനന സമയത്ത് കൊടുക്കുന്നത്. പിന്നെ 6 ആഴ്ചയാകുമ്പോൾ ഏതൊക്കെയാണ്? OPV 1. പിന്നെ എന്താണ്? പിന്നെ കൊടുക്കുന്നതാണ് RVV 1, അതായത് റോട്ടോ വൈറസ് വാക്സിൻ 1. പിന്നെ പെൻഡാവലൻ വാക്സിൻ ആണ് കേട്ടോ.
അപ്പോൾ ഈ പെൻഡാവാലൻ വാക്സിന് 5 രോഗങ്ങൾക്കെതിരെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 രോഗങ്ങൾ? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. അപ്പോൾ ഇത്രയും രോഗങ്ങൾക്കെതിരെയാണ് ഈ പെൻഡാവാലന്റ് വാക്സിൻ കൊടുക്കുന്നത്. പിന്നെ ഏതൊക്കെ വാക്സിൻസ് ആണ് കൊടുക്കുന്നത്? FIPV1 ആൻഡ് PCV1 വാക്സിൻ. അപ്പോൾ ഇതെല്ലാം ഉണ്ടല്ലോ ബൂസ്റ്റർ ഡോസുകളാണ് കേട്ടോ. ഈ നമ്പർ കൂടെ ബാക്കി വന്നേക്കുന്നത് ബൂസ്റ്റർ ഡോസുകളാണ്. പിന്നെ എന്താണ്? 10 ആഴ്ചയാവുമ്പോൾ OPV2, RVV2, പിന്നെ പെൻഡാവാലന്റ് 2. പിന്നെ 14 ആഴ്ചയാകുമ്പോൾ OPV3, RVV3, പെൻഡാവാലന്റ് 3, FIPV2, PCV2. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇടവിട്ട് ഓരോ പ്രായത്തിലും വാക്സിൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതെപ്പോഴൊക്കെയാണെന്നറിയാമോ? അത് 2 വയസ്സാകുമ്പോൾ, പിന്നെ 10, പിന്നെ 16 വയസ്സ്. അതെല്ലാം ബൂസ്റ്റർ ഡോസുകളാണ് കേട്ടോ. ഈ 16 വയസ്സിലൊക്കെ ടെറ്റനസിനും ഡിഫ്തീരിയയ്ക്കും ഒക്കെ എതിരെയുള്ള വാക്സിൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബാസിലസ് കാൽമൈറ്റ് ഗ്വെറിൻ എന്ന വാക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഈ വാക്സിൻ എന്തിനാണ് കൊടുക്കുന്നത്? എന്തിനെതിരെയാണ് കൊടുക്കുന്നത്? ക്ഷയരോഗത്തിനെതിരെയാണ് BCG വാക്സിൻ കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇനി മറ്റു ചില വാക്സിൻസിനെ കുറച്ചുകൂടി പരിചയപ്പെടാം. PCV അഥവാ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. പിന്നെന്താണ്? MR, മീസിൽസ് റുബെല്ല വാക്സിൻ. പിന്നെന്താണ്? DPT വാക്സിൻ. എന്തിനൊക്കെ എതിരെയാണ്? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, അതായത് വില്ലൻ ചുമ. പിന്നെ എന്താണ്? ടെറ്റനസ് വാക്സിൻ. പിന്നുള്ളത് TD വാക്സിൻ. അത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ആണ്. അപ്പോൾ 9 മാസം ആകുമ്പോൾ MR1, അതായത് മീസിൽസ് റുബെല്ല വാക്സിനും, പിന്നെന്താണ്? PCV ബൂസ്റ്റർ, ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ ബൂസ്റ്ററും, പിന്നെ വൈറ്റമിൻ എ, FIPV3 എന്നിവയൊക്കെയാണ് 9-ാം മാസം കൊടുക്കുന്ന വാക്സിൻസ്. പിന്നെ 16 മുതൽ 24 മാസം വരെ അത് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? MR2 വാക്സിൻ, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, പിന്നെ വൈറ്റമിൻ A2. 5 മുതൽ 6 വയസ്സ് വരെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? DPT ബൂസ്റ്റർ 2. 10 വയസ്സിൽ TD1, അതായത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. പിന്നെ 16 വയസ്സിൽ എന്താണ്? അതും ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ 2. അപ്പോൾ നമ്മൾ പലതരം രോഗങ്ങളും അത് പകർത്തുന്ന രോഗകാരികളും രോഗവാഹകരും, പിന്നെന്താണ്, നമ്മുടെ ശരീരത്തിനെ പലതരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധശേഷി കൈവരിക്കാൻ വേണ്ടി കുത്തിവയ്പ്പുകൾ, അതായത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ, അതായത് വാക്സിനേഷനെ കുറിച്ചും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു കാര്യം വിട്ടുപോയിരുന്നു. എന്താണ്? ഈ രോഗങ്ങൾ പകർത്തുന്ന രോഗവാഹകരായ ഈ കൊതുകുകളെ എങ്ങനെ നമുക്ക് അതിൻ്റെ പോപ്പുലേഷന്, അതിൻ്റെ സംഖ്യയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ കൊതുക് എങ്ങനെയാണ് പെരുകുന്നത്? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ടാണ് ഈ കൊതുകുകൾ പെരുകുന്നത് അല്ലേ? അപ്പോൾ കൊതുകിനെ നിയന്ത്രിച്ചാൽ കുറേയേറെ രോഗങ്ങൾ തടയാൻ സാധിക്കും. കൊതുക് വളരുന്ന സാഹചര്യം നമ്മുടെ വീട്ടുപരിസരങ്ങളിൽ ഇല്ലാതാക്കിയാൽ കുറേയൊക്കെ രോഗങ്ങൾ, ഈ കൊതുക് കാരണം വരുന്ന രോഗങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണത്? വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. പിന്നെന്താണ്? പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ല്, പാഴ്ചെടികൾ ഇവയെല്ലാം നീക്കുക. പിന്നെന്താണ്? ഓടകൾ ശുചീകരിക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ കൊതുക് പെരുകാൻ ഉള്ള കാരണങ്ങളെ ഇല്ലാതാക്കുന്നതാണ് അല്ലേ? പിന്നെന്താണ്? പിന്നെ നമുക്ക് ഗപ്പികൾ പോലുള്ള ചെറു മത്സ്യങ്ങളെ ഈ ഓടയിലൊക്കെ വിടാൻ സാധിക്കും. അപ്പോൾ എന്താണ്? ലാർവകളെ തിന്ന് നശിപ്പിക്കും. കൊതുകിൻ്റെ ലാർവകളെ കൊന്ന് അത് കഴിക്കും. അപ്പോൾ അങ്ങനെയും നമുക്ക് ഈ കൊതുകിൻ്റെ ലാർവകളെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും.